രാത്രിയിൽ ആവേശകരമായ ലൈംഗിക ബന്ധത്തിലേർപ്പെടുകയും അത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങളുടെ പങ്കാളി വായനക്കോ പഠനത്തിനോ പോകുകയോ അല്ലെങ്കിൽ തിരിഞ്ഞുകിടന്നുറങ്ങുകയോ ചെയ്യാറുണ്ടോ? എങ്കില് സെക്സ് തീർന്നയുടനെ മറ്റു ചില ജോലികൾ ചെയ്യാനായി പങ്കാളി കാത്തിരിക്കുകയാണെന്നും അല്ലെങ്കിൽ സെക്സിനിടയിലും പങ്കാളിയുടെ മനസ്സില് മറ്റു ചില കാര്യങ്ങളാണുള്ളതെന്നുമാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തില് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെക്സിന്റെ ആഹ്ലാദം നീണ്ടുനിൽക്കാൻ സഹായിക്കില്ല. എന്തെല്ലാം കാര്യങ്ങളാണ് സെക്സിലേർപ്പെട്ട് കഴിഞ്ഞയുടനെ ചെയ്യാൻ പാടില്ലാത്തതെന്ന് നോക്കാം. പങ്കാളികളിലൊരാളോ അല്ലെങ്കിൽ രണ്ടുപേരുമോ സെക്സ് കഴിഞ്ഞയുടനെ ഉറക്കത്തിലേക്ക് വീണുപോകാറുണ്ട്. സെക്സിന്റെ ഭംഗി തന്നെ കെടുത്തിക്കളയുന്ന ഒരു കാര്യമാണിത്. ഒരുമിച്ച് ഷവറില് കുളിക്കുകയെന്നത് ഒരു നല്ല രതിപൂർവ്വ കേളിയാണ്. സെക്സിനിടയിൽ പങ്കാളികളുടെ മേലെ അഴുക്ക് പുരളുന്നത് സാധാരണമാണ്. അത് വൃത്തിയാക്കുന്നതിനും പ്രശ്നമില്ല. എന്നാൽ സെക്സ് കഴിഞ്ഞയുടനെ തന്നെ ബാത്റൂമിലേക്ക് ഓടുന്നത് ഒരു ശരിയായ കാര്യമല്ല. നിങ്ങളുടെ പങ്കാളി സെക്സിന്റെ മൂഡിലായിരിക്കുമ്പോൾ ഇത്തരത്തില് കഴുകാനായി പോകുന്നത് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. കാമാസക്തിയുണ്ടാക്കുന്ന തരത്തിലുള്ള ഭക്ഷണം സെക്സിനു മുമ്പായി പങ്കാളിക്കൊപ്പം കഴിക്കുന്നത് നല്ല കാര്യമാണ്. എന്നാൽ സെക്സിന് ശേഷം കഴിക്കാനായി അടുക്കളയിലേക്ക് പോകുന്നത് ഒഴിവാക്കേണ്ടതാണ്. കൂടാതെ സെക്സ് ആസ്വദിക്കേണ്ട സമയത്ത് മൊബൈൽ ഫോണിലെ മെസ്സേജോ മിസ്ഡ് കോളോ കാത്തിരിക്കുന്നത് ശരിയായ കാര്യമല്ല. ചില പങ്കാളികൾക്ക് മാറിക്കിടന്നുറങ്ങുന്ന ശീലമുണ്ടാകാറുണ്ട്. എന്നാൽ സെക്സിന് ശേഷം പതിവായി തലയിണയും വിരിപ്പും എടുത്ത് മറ്റൊരു മുറിയിലേക്ക് ഉറങ്ങാന് പോകുന്നത് ഒഴിവാക്കേണ്ട കാര്യമാണ്. സെക്സിന്റെ നിമിഷങ്ങൾ ആസ്വദിക്കുക. ഇത് സെക്സിന് ശേഷമുള്ള നിമിഷങ്ങളും ആസ്വാദ്യകരമാക്കുന്നതിന് ഉപകരിക്കും. സ്ത്രീ ശാരീരികമായി മാത്രമല്ല, അതിലേറെ മാനസികമായി പുരുഷനെ താൽപര്യപ്പെടുന്നവരാണ്. ശാരീരിക സുഖം കൊണ്ട് മാത്രം സ്ത്രീയെ കീഴടക്കാനാകില്ല. തങ്ങളെ മനസ്സിലാക്കുന്ന, ആശയവിനിമയം നടത്തുന്ന പുരുഷന്മാരെയാണ് സ്ത്രീക്ക് താൽപര്യം. മനസ്സുകൊണ്ടുള്ള അടുപ്പമാണ് ശാരീരികമായി ഒരു സ്ത്രീയെ പുരുഷനിലേക്ക് അടുപ്പിക്കുന്നത്. ഇത് തിരിച്ചറിയുക. ലാളിക്കപ്പെടാന് കൂടുതൽ ആഗ്രഹിക്കുന്ന മനസ്സാണ് സ്ത്രീക്കുള്ളത്. വെറും ലൈംഗിക താൽപര്യത്തോടെ മാത്രം വരുന്ന പുരുഷനോട് സ്ത്രീക്ക് അടുപ്പം തോന്നില്ല. സ്ത്രീയെ ലാളിച്ചും സ്നേഹിച്ചും ഇത്തരം താൽപര്യത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് നല്ലത്. പല പുരുഷന്മാർക്കും ഒരു ചിന്തയുണ്ട്. കിടപ്പറയിലെ സ്ത്രീയെ തൃപ്തിപ്പെടുത്താനാകില്ലെങ്കിൽ തങ്ങളോട് പങ്കാളിക്ക് അടുപ്പക്കുറവുണ്ടാകും. ഇത് തങ്ങളുടെ കഴിവ് കേടായി ഇവര് തെറ്റിദ്ധിക്കുമെന്നെല്ലാം. ഇതില് വാസ്തവമില്ല. മനസ്സുകൊണ്ടുള്ള അടുപ്പമാണ് ഇത്തരം ശാരീരിക അടുപ്പത്തേക്കാൾ സ്ത്രീക്ക് പ്രധാനം. ഇതുകൊണ്ടുതന്നെ പുരുഷന് ഇത്തരം കഴിവിന്റെ അടിസ്ഥാനത്തില് മാത്രം വിലയിടുന്ന ശീലവും സ്ത്രീയ്ക്കില്ല. സ്ത്രീയ്ക്ക് ഓർഗാസമെങ്കിലും മാത്രമേ അവള് തൃപ്തിയാകൂവെന്ന തോന്നലും പല പുരുഷന്മാർക്കുമുണ്ട്. ഇതിലും വാസ്തവമില്ല. സ്ത്രീയ്ക്ക് സെക്സെന്നാല് ശാരീരികം മാത്രമല്ല, മാനസികമായ സംതൃപ്തി കൂടിയാണ്. ഇതുകൊണ്ടുതന്നെ ഓർഗാസം കൊണ്ട് മാത്രം സ്ത്രീ സംതൃപ്തിയെന്ന് അർത്ഥമാക്കാനില്ല. ഇതില്ലെങ്കിൽ അസംതൃപ്തിയെന്നു പറയാനാകില്ല. കിടപ്പറയില് സ്ത്രീയുടെ ശരീരത്തെ, സൗന്ദര്യത്തെ, കഴിവിനെ താഴ്ത്തി സംസാരിക്കുകയോ ഇതേ രീതിയിൽ പെരുമാറുകയോ അരുത്. മറ്റ് സ്ത്രീകളുടെമായി താരതമ്യവും അരുത്. ഇതെല്ലാം തന്നെ സ്ത്രീകളെ അകറ്റാനേ ഉപകരിക്കൂ. സ്ത്രീയുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണിവ. സ്ത്രീയെ കീഴ്പ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു സമീപനം പുരുഷനിൽ നിന്നുണ്ടാകരുത്. ഇത് സ്ത്രീയ്ക്ക് പുരുഷനോടുള്ള അകൽച്ച വർദ്ധിപ്പിക്കും. പുരുഷന് തങ്ങളുടെ ശേഷിയും ശക്തിയും തെളിയിക്കാനുള്ള വസ്തുവല്ല സ്ത്രീ ശരീരമെന്ന ബോധമുണ്ടാകുക. നല്ല രീതിയില്, ബഹുമാനത്തോടെ, പരസ്പര സമ്മതത്തോടെ തന്നെ സ്ത്രീയെ സമീപിക്കുക. സ്ത്രീയുടെ കിടപ്പറയിലെ താൽപര്യങ്ങൾക്ക് ഒപ്പം പ്രാധാന്യം നൽകുക. പൊതുവെ സെക്സിന്റെ കാര്യത്തില് തങ്ങളുടെ താൽപര്യം തുറന്നു പറയാനും മടിയുള്ളവരാണ് ഭൂരിഭാഗം സ്ത്രീകളും. ഇത് മനസ്സില് വെച്ചു സ്ത്രീകളുടെ താൽപര്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നത് അവർക്ക് നിങ്ങളോടുള്ള താൽപര്യവും അടുപ്പവും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. പുരുഷനെ പോലെയല്ല സ്ത്രീയുടെ ബെഡ്റൂം താൽപര്യം. ബാഹ്യ ഘടകങ്ങള് പുരുഷനേക്കാളേറെ സ്ത്രീയുടെ ഇത്തരം താൽപര്യങ്ങളെ കെടുത്തും. ഒരിക്കലും നിർബന്ധിച്ച് ഇത്തരം ഘട്ടത്തില് സ്ത്രീകളെ തങ്ങളുടെ താൽപര്യത്തിനു വിധേയരാക്കരുത്. ഇതുപോലെ തങ്ങള് കിടപ്പറയില് പരാജയപ്പെട്ടാല് ഇത് സ്ത്രീയില് തങ്ങളെക്കുറിച്ചുള്ള മോശം ധാരണ വരുത്തുമെന്ന ചിന്തയും വേണ്ട. പുരുഷനെ പുരുഷനായി സ്ത്രീ വിലയിരുത്തുന്നത് പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇതില് സ്നേഹവും കരുതലും സഹാനുഭൂതിയുമെല്ലാം പെടുന്നു. കിടപ്പറയിലെ വെറും പ്രകടനം മാത്രമാണെന്ന ചിന്ത വേണ്ട. ആരോഗ്യപരമായ കാരണങ്ങളാല് സെക്സിന് ശേഷം തിരിഞ്ഞു കിടന്നുറങ്ങുന്ന ശീലം കിടപ്പറയിലെ സ്ത്രീ ഏറെ വെറുക്കുന്ന ഒന്നാണ്. പുരുഷനില് വരുന്ന ഹോർമോണ് വ്യത്യാസമാണ് സെക്സിന് ശേഷം അവനിലെ ക്ഷീണമുണ്ടാക്കുന്നത്. ഈ സമയത്ത് വർദ്ധിക്കുന്ന എൻഡോർഫിന് ഹോർമോൺ അളവ് സെക്സ് ശേഷം കുറയുന്നു. ഇത് പുരുഷന് ക്ഷീണമുണ്ടാക്കുന്നു. എന്നാൽ ഇത് സ്ത്രീ വെറുക്കുന്ന ശീലമാണ്. ആവശ്യം കഴിഞ്ഞ് താൻ അവഗണിക്കപ്പെടുന്നുവെന്ന തോന്നലാണ് ഇതിലൂടെ സ്ത്രീക്കുണ്ടാകുന്നത്. ഇത്തരം തോന്നലൊഴിവാക്കാൻ പുരുഷന് ശ്രമിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.